വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8/6/2024 മുതൽ 14/6/2024 വരെയുള്ള ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ന്യൂസ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോർ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആണ് ആദ്യത്തെ ന്യൂസ്. ഓക്കെ, എന്താണ് ഇത് ന്യൂസ് വരാനുള്ളൊരു കാരണം നോക്കുക. എന്താണ്? റീസെൻ്റ്ലി ദ ആന്ധ്രാപ്രദേശ് marked the 10th anniversary of its bifurcation into two states, Andhra Pradesh and Telangana. ഓക്കെ, ഇതാണ് ഇത് ന്യൂസ് വരാനുള്ള കാരണം. എന്താണ് ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന ബൈഫിരിക്കേഷൻ കഴിഞ്ഞിട്ട് അല്ലെ, രണ്ട് സംസ്ഥാനങ്ങളാക്കി നമ്മൾ മാറ്റിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? 10th ആനിവേഴ്സറിയാണ്. അതാണ് ന്യൂസ് വരാനുള്ളൊരു കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് 2 ആർട്ടിക്കിൾസ് ആണ് നോക്കാനുള്ളത്. ഒന്ന് ആർട്ടിക്കിൾ 2 ആൻഡ് 2 ആർട്ടിക്കിൾ 3. എന്താണ് ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത്? എന്താണ്? ദ പാർലമെൻറ്റ് മേ ബി ലോ അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ ഓർ എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ്സ് ഓൺ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആസ് ഇറ്റ് തിങ്ക് ഫിറ്റ് എന്നുള്ളതാണ്. അതായത് എന്താണ്? ഉദാഹരണമായിട്ട് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്, ഓക്കെ, നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് എക്സ്റ്റേണലിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഏരിയ, ഓക്കെ, എക്സ്റ്റേണലിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഏരിയ ഇന്ത്യയുടെ ഭാഗമാക്കണമെന്നുണ്ടെങ്കിലുള്ള ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 2 എന്ന് വിളിക്കുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പുതുച്ചേരി അല്ലേ, അതൊക്കെ മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല, പിന്നീട് ഇന്ത്യയുടെ ഭാഗമാക്കിയ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളാണ് ഏത് പറയുന്നത്? ആർട്ടിക്കിൾ 2 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 3 എന്താണ് പറയുന്നത് നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 3 പറയുന്നത്? ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾട്രേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്. അതായത് എന്താണ്? പുതിയ സംസ്ഥാനങ്ങൾ ഫോം ചെയ്യാൻ, അതുപോലെ തന്നെ എന്താണ്? പുതിയ സംസ്ഥാനങ്ങൾ ഓൾട്ടർ ചെയ്യാൻ, അതുപോലെ തന്നെ ബൗണ്ടറീസിൽ വ്യത്യാസം വരുത്താൻ, അതുപോലെ തന്നെ നെയിംസിൽ വ്യത്യാസം വരുത്താൻ, അതുപോലെ തന്നെ ഫോം എ ന്യൂ സ്റ്റേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ്. അതായത് എന്താണ്? ഒരു സംസ്ഥാനത്തെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏരിയ ഡിമിനിഷ് ചെയ്യാൻ, ബൗണ്ടറീസിൽ വ്യത്യാസം വരുത്താൻ, പേരിൽ വ്യത്യാസം വരുത്താൻ. ഓക്കെ, ഇതിനുള്ള അവകാശമൊക്കെ ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ആർട്ടിക്കിൾ 3 പറയുന്നു. ആർക്കാണ്? ഇന്ത്യൻ പാർലമെൻറ്റിനാണ് എന്നുള്ളതാണ്. ആർക്കാണ്? ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. ഓക്കെ, അതായത് അതിന് ആരുടെ സമ്മതം വേണ്ട എന്നാണ് പറയുന്നത്? സ്റ്റേറ്റ്സിൻ്റെ അഥവാ സംസ്ഥാനങ്ങളുടെ എന്താവശ്യമില്ല? സമ്മതം ആവശ്യമില്ല എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഏതൊരു കാര്യത്തിനും വ്യത്യാസം വരുത്താൻ ഏതുണ്ടായാൽ മതി? പാർലമെൻറ്റ് വിചാരിച്ചാൽ മതി. വേണമെങ്കിൽ ചോദിക്കാം, പാർലമെൻറ്റ് ഏത് മെജോറിറ്റിയിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, പാർലമെൻറ്റ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന മെജോറിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? സിമ്പിൾ മെജോറിറ്റി. ഓക്കെ, എന്താണ്? സിമ്പിൾ മെജോറിറ്റി. അപ്പോൾ ആണെങ്കിൽ ചോദിക്കാം, എന്താണ് സിമ്പിൾ മെജോറിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഓർത്ത് വയ്ക്കുക, മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് present and voting. Okay, more than 50% of the members present and voting. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സിമ്പിൾ മെജോറിറ്റി. ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ ന്യൂസിൽ എന്ത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ന്യൂസ് എന്താണ് പറയുന്നത്? നോട്ട ഇൻ അതർ ഡെമോക്രാറ്റിക് കൺട്രീസ് അല്ലേ. നമ്മുടെ ഈ ഇലക്ഷനിലൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് ഇത് നോട്ട എന്ന് വിളിക്കുന്നത് അല്ലേ. എന്താണ് നോട്ട എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നൺ ഓഫ് ദി എബവ്. എന്താണ്? നൺ ഓഫ് ദി എബവ്. ഇതാണ് ഏതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നോട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താണ്? റീസെൻ്റ്ലി ദ ലോക്സഭ ഇലക്ഷൻസ് ഇൻ ഇൻഡോർ മധ്യപ്രദേശ് സീ എ റിമാർക്കബിൾ ഔട്ട്കം വിച്ച് നോട്ട നൺ ഓഫ് ദി എബവ് ഓപ്ഷൻ റിസീവിംഗ് ഓവർ 2 lakh വോട്ട്, മേക്കിംഗ് ദ ഹയസ്റ്റ് എവർ ഫോർ നോട്ട ഇൻ എനി കോൺസ്റ്റിറ്റ്യുവൻസീസ്. അതായത് എന്താണ്? ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഇലക്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇൻഡോറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2 ലക്ഷത്തിലധികം വോട്ട് കിട്ടി. ഇന്നേ വരെ ഇന്ത്യൻ ചരിത്രത്തിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വോട്ടാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? നോട്ടയ്ക്ക് എന്താണ് കിട്ടിയിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഇതൊരു ന്യൂസ് വന്നിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എന്താണ് നോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മൾ ഇലക്ഷനിൽ പോകുമ്പോൾ നമുക്ക് ആളുകൾ എഴുതിയ അല്ലേ, ആളുകളുടെ പേരും അതിൻ്റെ ചിഹ്നവും എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുള്ള മെഷീനുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട്
എ ആണെങ്കിൽ എയുടെ ചിഹ്നം ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് എന്നുള്ളൊരു സ്റ്റാർ ആവാം. സോറി, എക്സ് അല്ല, എക്സ് നമ്മൾ നോട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്, സോറി. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തിയുടെ ചിഹ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, ഉദാഹരണമായിട്ട് ഒരു വട്ടത്തിലായിരിക്കാം, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന നീളത്തിലായിരിക്കാം, ഇനി എക്സെട്ര. അതുപോലെ ഏറ്റവും അവസാനം വരുന്ന ഓപ്ഷനാണ് നോട്ട. നോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോഗോ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതായത് എന്താണ്, ഇൻഡു ചിഹ്നമാണ്. അതായത് ഈ പറയുന്ന ഒരു വ്യക്തിക്കും താല്പര്യമില്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതെന്ന് വിളിക്കുന്നത് നോട്ട എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമാണോ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. എന്താണ് നോട്ടയുമായിട്ട് സിമിലർ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ട മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയെ പോലെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ഏതൊക്കെയാണ്? ഫിൻലാൻഡ്, സ്പെയിൻ, സ്വീഡൻ, ഫ്രാൻസ്, ബെൽജിയം, ഗ്രീസ് തുടങ്ങിയവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടയ്ക്ക് സമാനമായ ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും യൂറോപ്യൻ കൺട്രീസിൽ. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, വൈൽ ദ US ഡസ് നോട്ട് ഹാവ് എ ഫോർമൽ നോട്ട ഓപ്ഷൻ ഓൺ ബാലറ്റ്സ്, സം സ്റ്റേറ്റ്സ് അലൗ റൈറ്റ് ഇൻ വോട്ട് വിച്ച് ക്യാൻ സെർവ് സിമിലർ പർപ്പസ്. അതായത് എന്താണ്, ഒരു ഫോർമൽ ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല, എങ്കിലും അതിന് സമാനമായതുണ്ട്. ആൻഡ് വോട്ടേഴ്സ് ക്യാൻ റൈറ്റ് നൺ ഓഫ് ദി എബോവ് ഓർ അതർ നെയിംസ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് അവിടെ ഇപ്പോൾ ബാലറ്റ് പേപ്പറിലാണല്ലോ വോട്ട് ചെയ്യുന്നത്. ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുമ്പോൾ അവിടെ നോട്ട എന്നുള്ള ഓപ്ഷൻ ഇല്ല, മറിച്ച് എന്ത് ചെയ്യാം, വോട്ടേഴ്സിന് എന്ത് എഴുതാൻ പറ്റും, അതിൽ എഴുതാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് എഴുതേണ്ടത്, നൺ ഓഫ് ദി എബോവ് എന്ന് എഴുതാൻ പറ്റും. അല്ലാണ്ട് സെപ്പറേറ്റ് നോട്ട എന്നുള്ളൊരു ഓട്ടം എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻ കാണാൻ പറ്റില്ല. ഈ നൺ ഓഫ് ദി എബോവ് എന്ന് എഴുതുന്നതിലൂടെ അല്ലെങ്കിൽ എന്താണ് മറ്റ് നെയിംസ് എഴുതുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, അറിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് US-ൻ്റെ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കൊളംബിയ, ഉക്രൈൻ, ബ്രസീൽ, ബംഗ്ലാദേശ് തുടങ്ങിയവരും എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഏതാ ഓപ്ഷൻ കാണാൻ പറ്റുക, നോട്ട അഥവാ നൺ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. നമ്മൾ പറഞ്ഞു US-ൽ അത് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏതിൻ്റെ പ്രത്യേകത, US-ൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്താണ്, റാംസാർ കൺവെൻഷൻ. എന്താണ് ഇത് ന്യൂസ്, നമുക്കറിയാം റാംസാർ സൈറ്റുകൾ നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലേ, SSCക്ക് RRBക്കൊക്കെ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളിലൊന്നാണ് ഈ റാംസാർ സൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇനി ഇത് ന്യൂസ് വരാൻ കാരണം, റീസെൻ്റ്ലി ഓൺ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ദ നാഗി ആൻഡ് നാഗ്തി ബേർഡ് സാങ്ച്വറീസ് ഇൻ ബീഹാർ ഹാവ് ബീൻ റിക്കഗ്നൈസ്ഡ് ആൻഡ് വെറ്റ്ലാൻഡ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് അണ്ടർ ദി റാംസാർ കൺവെൻഷൻ. ഓക്കെ, ഇതാണ് എന്താണ് ഇത് ന്യൂസ് വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റാംസാർ കൺവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആൾസോ നോൺ ആസ് ദ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് അല്ലേ, വെറ്റ്ലാൻഡുകളുടെ കൺവെൻഷനാണ് ഇത് റാംസാർ കൺവെൻഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻ്റർ ഗവൺമെൻറ്റൽ ട്രീറ്റി അഡോപ്റ്റഡ് ഇൻ 1971. ഓക്കെ, 1971 എന്ത് ചെയ്യുന്നത്, ഇത്തരമൊരു ട്രീറ്റി അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ എന്നാണ് ഇത് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 1971 എന്ത് ചെയ്യുന്നത്, ഇത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ എന്താണ്, എവിടെയാണ്, റാംസാർ ഇറാനിലാണ്. അതുകൊണ്ടാണ് റാംസാർ കൺവെൻഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 1975 എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 1971 പാസ്സാക്കിയെങ്കിലും അഡോപ്റ്റ് ചെയ്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന 1975. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, വെറ്റ്ലാൻഡ് ദാറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആർ ഡിക്ലെയർഡ് റാംസാർ സൈറ്റ്. അതായത് ഇൻ്റർനാഷണലി ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡ് സൈറ്റുകൾ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യും, റാംസാർ സൈറ്റുകളായിട്ട് എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. അതുപോലെ തന്നെ ലാർജസ്റ്റ് റാംസാർ സൈറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന എവിടെയാണ്, സൗത്ത് ആഫ്രിക്കയിൽ ഏതാണ്, പട്നാലാണ്. ഇനി ഇത് വരുന്ന ഒന്നാണ് ഇത് മോൺട്രക്സ് റെക്കോർഡ്. എന്താണ് 1990 അഡോപ്റ്റ് ചെയ്താണ് ഇത് ഈ മോൺട്രക്സ് റെക്കോർഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഐഡൻറ്റിഫൈഡ് റാംസാർ സൈറ്റ് ദാറ്റ് നീഡ് പ്രയോറിറ്റി കൺസർവേഷൻ അറ്റൻഷൻ ഇൻ നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ലെവൽ. ഓക്കെ, അതായത് നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ എന്താണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൺസർവേഷൻ കൊടുക്കേണ്ടതാണ് ഇത് മോൺട്രക്സ് റെക്കോർഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ വെറ്റ്ലാൻഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, എ പ്ലേസ് ഇൻ വിച്ച് ദ ലാൻഡ് ഈസ് കൺവേർട്ടഡ് ബൈ വാട്ടർ, സാൾട്ട്, ഫ്രഷ് ഓർ സംവെയർ ഇൻ ദ ബിറ്റ്വീൻ എയ്തർ സീസണലി ഓർ പെർമനൻ്റ്ലി. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇത് വെറ്റ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ടേക്ക് മെനി ഫോംസ് ഇൻക്ലൂഡിങ്, അത് ഒരുപക്ഷെ റിവേഴ്സ് ആയിരിക്കാം, മാർഷസ് ആയിരിക്കാം, ബോക്സ് ആയിരിക്കാം, മാംഗ്രോവ്സ് ആയിരിക്കാം, മഡ് ഫ്ലാറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പോൺസ്, സ്വാംസ്, ബില്ലാബോങ്സ്, ലഗൂൺസ്, ലേക്സ് ആൻഡ് ഫ്ലഡ് പ്ലെയിൻസ് ആയിരിക്കാം. ഇതിനൊക്കെ നമ്മൾ വെറ്റ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്നാണ് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 2 എന്ത് ചെയ്യുന്നത്, വേൾഡ് വെറ്റ്ലാൻഡ് ഡേ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയും റാംസാർ കൺവെൻഷനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്നാണ് ഇന്ത്യയിൽ എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
1982 ഇത് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിലെ ടോട്ടൽ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 82. പ്രധാനപ്പെട്ടാണ് ഉദാഹരണമായിട്ട് ഒഡീഷയിലെ ചിൽക്ക ലേക്ക്, അതുപോലെ തന്നെ എന്താണ് രാജസ്ഥാനിലെ ഖലുഡോ നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ പഞ്ചാബിലെ ഹരിക്കെ ലേക്ക്, അതുപോലെ തന്നെ മണിപ്പൂരിലെ ലോക്തക് ലേക്ക്, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ വൂളാർ ലേക്ക് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതുമായിട്ട് ഇന്ത്യ ഏതൊക്കെ ഫ്രെയിം വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിയമങ്ങൾ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? The Ministry of Environment, Forest and Climate Change (MOEF) and CC has notified wetland conservation and management rules 2017 under the provision of the Environment Protection Act 1986 as the regulatory framework for conservation and management of wetlands. അതുപോലെ തന്നെ എന്താണ് the 2017 rules decentralized wetland management and provide for the constitution of the state wetland authority or union territory wetlands authority ഒക്കെയാണ്. ഇനി ഇതിൻ്റെ കീ ഫാക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് റാംസാർ സൈറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ എന്താണ് സുന്ദർബൻസ് ആണ്. സ്മോളസ്റ്റ് റാംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വെമ്പനൂർ വെറ്റ്ലാൻഡ് ആണ്, കോംപ്ലക്സ് തമിഴ്നാട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് വിത്ത് ദ മാക്സിമം നമ്പർ ഓഫ് റാംസാർ സൈറ്റുകൾ തമിഴ്നാട്ടിലാണ്, 14 സൈറ്റുകളാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വെറ്റ്ലാൻഡ് ഇൻ മോൺട്രെക്സ് റെക്കോർഡിൽ വരുന്ന ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് ഒന്ന് രാജസ്ഥാനിലെ എന്താണ് ഖിലിയൂഡോ നാഷണൽ പാർക്കും, അതുപോലെ തന്നെ മണിപ്പൂരിലെ ലോക്തക് ലേക്കുമാണ് എന്ത് ചെയ്യുന്നത് ഈ റെക്കോർഡിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുക. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ആരുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ള വെറ്റ്ലാൻഡുകളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുള്ള നമുക്ക് നോക്കാനുള്ളത് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് ന്യൂസ്? എന്താണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമാണ്, RRTS ആണ്. എന്താണ് ന്യൂസ്? എന്താണ് കറൻ്റ്ലി the National Capital Regional Transport Corporation, that means NCRTC, is developing 900 rainwater harvesting RWH pits along the Delhi Ghaziabad Meerut region rapid transit system RRTS corridor in the move to ensure environmental sustainability. ഓക്കെ, ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നത്. The 84-kilometer regional rapid transit system corridor from Delhi to Meerut, ഏത് മുതൽ ഏത് വരെയാണ്? ഡൽഹി മുതൽ മീററ്റ് വരെയാണ്. അതുപോലെ തന്നെ ഏകദേശം എത്രയാണ് കോസ്റ്റ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? ഏകദേശം 30,274 കോടിയാണ് ഇതിൻ്റെ കോസ്റ്റ് കാണുന്നത്. ഇതെവിടെ നിന്നാണ്? സൗത്ത് ഡൽഹി ജഗൻപുരി എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്ക്, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് മീററ്റ് ടു ജഗൻപുരിയിലേക്ക് ഏകദേശം മാക്സിമം ട്രാവൽ ടൈം എന്ന് വിളിക്കുന്നത് എത്രയാണ്? 1 hour ആണ് എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ് അപ്രോക്സിമേറ്റ്ലി ലെങ്ത് ഓഫ് ദ കോറിഡോർ എന്ന് വിളിക്കുന്നത് എത്രയാണ്? 84 കിലോമീറ്റർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ തന്നെ 68 കിലോമീറ്റർ എന്താണ് എലിവേറ്റഡ് ആണ്, 13 കിലോമീറ്റർ എന്താണ് അണ്ടർഗ്രൗണ്ട് ആണ്, അതുപോലെ തന്നെ 3 കിലോമീറ്റർ എന്താണ് അറ്റ് ഗ്രേഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇതിൽ 14 കിലോമീറ്റർ എന്താണ് ലെങ്ത് ഓഫ് ദി കോറിഡോർ ഓഫ് ഡൽഹി ആണ്, 11 കിലോമീറ്റർ എന്താണ് പോർഷൻസ് ഓഫ് RRTS ലൈൻ അണ്ടർഗ്രൗണ്ട് 3.8 കിലോമീറ്റർ ഇൻ ഡൽഹിയാണ്. 25 ടോട്ടൽ നമ്പർ ഓഫ് പർപ്പസ്ഡ് സ്റ്റേഷൻസ് ആണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ 4 സ്റ്റേഷൻസ് എവിടെയാണ്? ഡൽഹിയിലാണ്. ഏകദേശം എന്താണ് 8 ലാക്കാണ് എന്ത് റൈഡർഷിപ്പ് ഡെയിലി എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നതായിട്ട് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താണ് ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. ഇത് ഓക്കെ വരാൻ പോകുന്നൊരു അപ്കമിങ് പ്രൊജക്റ്റാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കറണ്ട് അഫെയറിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് കറണ്ട് അഫെയർ? അജർ ക്രാഫ്റ്റ് ആൻഡ് ബെല ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താണ് റീസെൻ്റ്ലി ദ അജർ ഖാൻ എ ക്രാഫ്റ്റ് ഓഫ് റെസിസ്റ്റൻറ്റ് ഡൈയിങ് ഫ്രം കച്ച് റിസീവിങ് എ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, GI ടാഗ് അല്ലേ. നമ്മൾ ഒരുപാട് കാലമായിട്ട് ന്യൂസിലിപ്പോൾ കണ്ടിന്യൂ ആയി കണ്ടുവരുന്നൊരു ന്യൂസാണ് അല്ലേ. നമ്മൾ കറണ്ട് അഫെയർ എടുക്കുന്നത് മുതൽ പലപ്പോഴും കണ്ടിന്യൂ ആയി കണ്ടുവരുന്നൊരു ന്യൂസാണ് GI ടാഗ്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. പ്രൊവൈഡിങ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ആർട്സ് ഫ്രം സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ റീജൻസ് ആണ്. ഇനി അജർഖഹ എന്ന് പറയുന്നത് എന്താണ്? സെഞ്ച്വറീസ് ഓൾഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ടെക്സ്റ്റൈൽ ആർട്ട് ഫോമാണ് ഇവിടുത്തെ കച്ച് ഗുജറാത്തത്തെ. അതുപോലെ തന്നെ എന്താണ് ഇതിൽ നാച്ചുറൽ ഡൈസ് ആൻഡ് ഇൻഗ്രീഡിയൻറ്റ് ഡിസൈൻസ്, അതുപോലെ തന്നെ ടെൽ സ്റ്റോറീസ് ഓൺ കോട്ടൺ ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇത് എന്തൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രൻറ്റ് കളേഴ്സ് ലൈക്ക് ഇൻഡിഗോ, റെഡ്, വൈറ്റ് ആർ ട്രഡീഷണലി എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. വോമാണ് നൊമാഡിക് കമ്മ്യൂണിറ്റീസ് ലൈക്ക് റാബ്രീസ്, മൽധാരീസ് ആൻഡ് അഹാരീസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത് നിർമ്മിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക.
ഇനി എന്താണ് ബേല ബ്ലോക്ക് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അനദർ ക്രാഫ്റ്റ് ഫ്രം ദ സെയിം റീജിയൻ ഓഫ് കച്ച്. കച്ചിലെ തന്നെ മറ്റ് റീജിയനിൽ കാണുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത് ബേല ബ്ലോക്ക് പ്രിൻറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വിച്ച് ഈസ് ലെസ്സർ നോൺ ആസ് ദ ഒബ്സ്കൂർ മെയിൻലി പ്രാക്ടീസ് ബൈ ദ ഖേത്രി കമ്മ്യൂണിറ്റി. ഇത് പ്രധാനമായിട്ടും ആരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഖേത്രി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ആർട്ട് നോൺ ആസ് ഇറ്റ്സ് bold designs, striking colors combinations and graphic motifs such as elephants and horses on textured fabrics ആണ്. And it has also been listed an endangered craft by the Office of the Development Commissioner for the Handicraft, the national agency that works to promote the export and Indian handicraft എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനെക്കുറിച്ച് നോക്കാനുള്ളത്, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാനുള്ള നോക്കാനുള്ളത്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ്. എന്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ HCEH and 2022-23 was released by the Ministry of Statistics and Program Implementation MOSPI. പുറത്ത് വിട്ടുന്നത് അതുകൊണ്ടാണ് ഇത് ഏത് ന്യൂസിൽ വന്നിരിക്കുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, ഇനി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2019 എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അതായത് നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും അതുപോലെ തന്നെ നാഷണൽ സാമ്പിൾ സർവേയും കൂടിയും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് രൂപം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം CSOയും അതുപോലെ തന്നെ എന്താണ് പ്ലസ് NSSOയും കൂടിയും ചേർന്നിട്ടാണ് ഏത് നിലവിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുക? നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് NSO നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ദ C. രംഗരാജൻ കമ്മിറ്റി ഫസ്റ്റ് സജസ്റ്റ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് NSO അറ്റ് ദ നോഡൽ ഫോർ ദി കോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനാദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? C. രംഗരാജൻ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇറ്റ് കറൻ്റ്ലി വർക്ക്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഇത് നിലവിൽ ഏത് മിനിസ്റ്റർ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മിനിസ്റ്റർ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ അണ്ടറിലാണ് വർക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കളക്ട്, കംപ്ലൈറ്റ്സ് ആൻഡ് ഡിസെമിനേറ്റ് റിലയബിൾ ഒബ്ജക്റ്റീവ് ആൻഡ് റിലവൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ് ഏതിൻ്റെ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്? NSOയുടെ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരമൊരു ന്യൂസ് വന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായി കാണാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ ചോദിക്കാം ഏതൊക്കെ സർവേ ഏജൻസികൾ ചേർന്നാണ് ഇത് നിലവിൽ വന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ എന്താണ് ഈ ഭാഗത്തു നിന്ന് എന്താണ് ചോദിക്കാൻ സാധ്യത ഉള്ളവയാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഏത്? UNCTAD. എന്താണ് ന്യൂസ്? എന്താണ്? റീസെൻ്റ്ലി ദ ഇനാഗുറൽ യുണൈറ്റഡ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഫോറം UNGSCF hosted the UN Trade and Development UNCTAD and the government Barbados highlighted the several critical issues and initiative to address the escalating global supply chain disruptions. ഓക്കെ, ഇതാണ് ഇവിടെ വരാൻ കാരണം. ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് UNCTAD എന്ന് വിളിക്കുന്നത്? നമ്മൾ പറഞ്ഞു UNCTAD എന്ന് വിളിക്കുന്നത് എന്താണ്? യുണൈറ്റഡ് നാഷൻസിൻ്റെ കോൺഫറൻസ് ആണ്. ഇത് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് UN-ൻ്റെ അലൈഡ് ഏജൻസികളിലൊന്ന് മാത്രമാണ്. അല്ല, നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ UN-ൻ്റെ ഒരുപാട് ഏജൻസികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഏത് എന്ന് വിളിക്കുന്നത്? UNCTAD എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് UNCTADയുടെ പ്രത്യേകത? എന്താണ്? യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ദ പെർമനൻറ്റ് ഇൻ്റർ ഗവൺമെൻറ് ബോഡി ഓഫ് ദ യുണൈറ്റഡ് നാഷൻസ്. യുണൈറ്റഡ് നാഷൻസിൻ്റെ എന്താണ് ഒരു പെർമനൻറ്റ് ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡിയാണ് ഏത് എന്ന് വിളിക്കുന്നത്? UNCTAD അഥവാ യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നത്. 1964 എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പർട്ടിക്കുലർലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഉദാഹരണമായിട്ട് എന്താണ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്ത് ചെയ്യുക? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ എന്താണ്
അതെങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ ട്രേഡ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻസ് വഴിയോ, അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ വഴിയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി UNCTAD ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 ഏരിയകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ഏരിയയാണ് ഏത്? ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തെയാണ് ഏത്? എൻ്റർപ്രൈസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രൈസസ്. മൂന്നാമത്തെയാണ് ഏത്? ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. ആൻഡ് നാലാമത്തെയാണ് ഏത്? മാക്രോ എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അത്തരം മേഖലകളിലൊക്കെയാണ്, അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എന്താണ് 4 പില്ലേഴ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഏത്? ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസാണ് ഏത്? സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനാണ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ ഡൽഹി ഹൈക്കോർട്ട് ഹാസ് റൂൾഡ് ദ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ CIC ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ ടു കമൻറ്റ് ഓൺ ദി യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് അണ്ടർ ദി മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയാസ് ഡെവലപ്മെൻറ്റ് സ്കീമാണ്. ഓക്കെ, ഇതാണ് ഇത് എവിടെ വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത് ന്യൂസിൽ എന്താണ് വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ. അതായത് 2005 പാസ്സാക്കിയ റൈറ്റ് ടു ഇൻഫോർമേഷൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്, സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ വരുന്നത്. ഇതിനെ നമുക്കെന്ത് വിളിക്കാം? ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഇതിനെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നോ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നൊക്കെയുള്ള പേര് വിളിക്കാം. ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? ഓവർസീയിങ് ആക്സസ് ടു ഇൻഫോർമേഷൻ ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസീസ് ആണ്. അതായത് എന്താണ്, ഇപ്പോൾ നമ്മൾ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ലഭിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും നോക്കുന്ന. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ കോമ്പോസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, 10 ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സും അതുപോലെ തന്നെ ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ആൻഡ് സേവിങ് ടേംസ് സെറ്റ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അതുപോലെ തന്നെ എത്ര കാലമാണ് എന്നുള്ള എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, തീരുമാനിക്കും. മാക്സിമം പക്ഷേ ഏജ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത് എത്രയാണ്? 65 വയസ്സാണ്. അതുപോലെ തന്നെ എന്താണ്, ആൻഡ് ഇന്നെലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ്. ഇവരെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, റീ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ക്ലിയർ? എന്താണ് ഈ റീ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ, ഉദാഹരണമായിട്ട് ഒരാൾ ഇൻഫോർമേഷൻ കമ്മീഷണറായി ഇരുന്ന് കഴിഞ്ഞാൽ 65 വയസ്സ് പൂർത്തിയായെങ്കിൽ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ എന്ത് പോസിബിൾ അല്ല, റീ അപ്പോയിൻമെൻറ്റ് എന്തല്ല, പോസിബിൾ അല്ല എന്നുള്ളതാണ്. ക്ലിയർ? ഇനി എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കീ ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവരുടെ. ഒന്ന്, റിസീവിങ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് ഇൻഫോർമേഷൻ റിക്വസ്റ്റ് സബ്മിറ്റഡ് അണ്ടർ RTI ആക്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനങ്ങൾ RTI ആക്ടിൻ്റെ അണ്ടറിൽ എന്തെങ്കിലും എന്ത് ചെയ്തു, ഇൻഫോർമേഷൻസിന് വേണ്ടി ചോദിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ അത് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അത് അന്വേഷിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്, അന്വേഷിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇത് ആരുടെ അണ്ടറിൽ വരുന്നതാണ്? ഇവരുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് എന്താണ്? ലോഞ്ചിങ് എൻക്വയറീസ് ഇൻ ടു റെലവൻറ്റ് മാറ്റേഴ്സ് ബേസ്ഡ് ഓൺ റീസണബിൾ ഗ്രൗണ്ട്സ്. അതായത് സ്യൂ മോട്ടോ പവേഴ്സ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്യൂ മോട്ടോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ഇറ്റ്സ് ഓൺ എന്നുള്ളതാണ്. അതായത് സ്വയം കേസുകൾ എടുക്കാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ സുപ്രീം കോടതിയെ വിശേഷിപ്പിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇവർക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, എൻക്വയറീസ് എന്ത് ചെയ്യാൻ പറ്റും, ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ആരുടെ പ്രത്യേകതയാണ്? സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതും ആരുടെ പ്രത്യേകതയാണ്? സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ എന്താണ് പ്രത്യേകതയാണ്. ആൻഡ് എക്സൈസിങ് പവേഴ്സ് സിമിലർ ടു എ സിവിൽ കോർട്ട് ടു സമ്മൺ ഇൻഡിവിജ്വൽസ് ആൻഡ് റിക്വസ്റ്റ് ഡോക്യുമെൻറ്റ് ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് എന്താണ്, ഉദാഹരണമായിട്ട് എന്താണ്, ഒരു സിവിൽ കോർട്ടിൻ്റെ അതേ അധികാരങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കാനും പരിശോധിക്കാനും റിക്വസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. ആൻഡ് ഈച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് എ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ വിത്ത് എ സിമിലർ സ്ട്രക്ചർ. ഇതേ സ്ട്രക്ചറിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുകൂടി ഉണ്ടായിരിക്കുന്ന അറിയുന്നത് ഒരു സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ. അതായത് സെൻട്രലിൽ CIC ഉള്ളതുപോലെ, ഓക്കെ, യൂണിയനിൽ CIC ഉള്ളതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലും എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, SIC അഥവാ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സും
കമ്മീഷൻസും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. എന്താണിത് ന്യൂസ് വരാനുള്ള കാരണം? Recently, the National Testing Agency, that means NTA, released the NEET UG result, drawing attention to the unusually high number of candidates scoring perfect 720/720 and the controversies near perfect score or 718 or 719. അതായത് നീറ്റ് എക്സാമിൻ്റെ സ്കാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലേ? അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗ്രേസ് മാർക്കായിട്ട് 60 മാർക്ക് വരെ കൊടുത്തു, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് വന്നിരിക്കുന്ന ന്യൂസാണ് എന്നുള്ളതാണ്. ക്ലിയർ? അതിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ന്യൂസ് വരുന്നത്. എന്താണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്? അപ്പെക്സ് റെഗുലേറ്ററി ബോഡി ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെയും പ്രാക്ടീസിൻ്റെയും ഒരു അപ്പെക്സ് റെഗുലേറ്ററി ബോഡിയാണ് ഏതെന്ന് വിളിക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. NMC was established by 2020 by the National Medical Commission Act 2019, replacing the Medical Council of India. 2019 പാസ്സാക്കിയ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് പ്രകാരം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത്. ആൻഡ് ദ NMC കൺസിസ്റ്റ് ഓഫ് 4 ഓട്ടോണമസ് ബോർഡ്സ്. അതായത് എന്താണ് പ്രധാനമായിട്ടും 4 പേരടങ്ങുന്ന അല്ലെങ്കിൽ 4 ഓട്ടോണമസ് ബോർഡ്സ് അടങ്ങുന്നതാണ് ഏത് NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ്? ദ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ്, ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ്, ദ മെഡിക്കൽ അസസ്മെൻറ്റ് ആൻഡ് റേറ്റിംഗ് ബോർഡ് ആൻഡ് ദ എത്തിക്സ് ആൻഡ് മെഡിക്കൽ രജിസ്ട്രേഷൻ ബോർഡ്. ഓക്കെ, ഇത്രയും അടങ്ങുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്ന. And NMC also has a medical advisory council which advises the commission on matters related to medical education and practice. അതുപോലെ തന്നെ NMCക്ക് എന്താണ് ഒരു മെഡിക്കൽ അഡ്വൈസറി കൗൺസിൽ ഉണ്ടാണ്. അവരാണ് എന്ത് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് എന്താണ് മെഡിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് പ്രാക്ടീസിനെ കുറിച്ചൊക്കെ എന്താണ് അഡ്വൈസ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരെക്കുറിച്ച് നോക്കാനുള്ളത് നാഷണൽ മെഡിക്കൽ കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് NMC also regulate the standard and quality medical education, training and the registration and ethics of medical practices and assessment rating of medical institutions എന്നുള്ള ഇവരുടെ പ്രത്യേകതയാണ്. കൂടാതെ എന്താണ് NMC has also achieved the prestigious World Federation for Medical Education recognition. NMCക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ലോകത്തിലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വേൾഡ് ഫെഡറേഷൻ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് എന്താണ് വിച്ച് മീൻസ് ദാറ്റ് ദ മെഡിക്കൽ ഡിഗ്രി അവാർഡഡ് ബൈ NMC ആർ റിക്കഗ്നൈസ്ഡ് ബൈ ഗ്ലോബലി. NMC തരുന്ന മെഡിക്കൽ ഡിഗ്രി എന്താണ് ഗ്ലോബലി എന്താണ് അംഗീകരിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ് ജോൾഫ. എന്താണ് റീസെൻ്റ്ലി ഇറാൻസ് പ്രസിഡന്റ് ആൻഡ് ഫോറിൻ മിനിസ്റ്റർ ഡൈഡ് ഫോളോയിങ് എ helicopter crash in the Jolfa, East Azerbaijan province in ഇറാനിലെ എന്താണ് ഈസ്റ്റ് അസർബൈജാൻ പ്രൊവിൻസിൽ വെച്ചിട്ട് അഥവാ ജോൾഫയിൽ വെച്ചിട്ടുണ്ട് റീസെൻ്റ്ലി ഇറാൻ്റെ പ്രസിഡന്റ് ആൻഡ് ഫോറിൻ മിനിസ്റ്റർ മരിച്ചു. അതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. ദ ഹെലികോപ്റ്റർ വാസ് എ US മെയ്ഡ് Bell 212 ഹെലികോപ്റ്റർ. ഓക്കെ, ഇതെന്താണ് ഒരു US മെയ്ഡ് Bell 212 ഹെലികോപ്റ്ററാണ്. അതാണ് ഏത് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അതിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ആ കാണപ്പെടുന്ന മാപ്പ്. ഇതാണ് ഏത് ജോൾഫ റീജിയൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, ജോൾഫ ഈസ് ദ സിറ്റി ദ സെൻട്രൽ ഡിസ്ട്രിക്ട് ഓഫ് ജോൾഫ കൺട്രി, ഈസ്റ്റ് അസർബൈജാൻ പ്രൊവിൻസ് ഇറാനിലെ തന്നെ എന്താണ് ഈസ്റ്റ് അസർബൈജാൻ പ്രൊവിൻസിലാണ് നമ്മൾ പറഞ്ഞു. അതാണ് മാപ്പിൽ കാണുന്നത്. ഇറ്റ് സെർവ്സ് ദ ക്യാപിറ്റൽ ഓഫ് ബോത്ത് കൺട്രി ആൻഡ് ഡിസ്ട്രിക്ട്. നമ്മുടെ ഈ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ആ കൺട്രിയുടെയും എന്താണ് ആ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിൻ്റെയും ക്യാപിറ്റലാണ് ഇത് ജോൾഫ. ജോൾഫ ഈസ് സെപ്പറേറ്റഡ് ബൈ അറസ് റിവർ ഫ്രം ദ ടൗൺ ഓഫ് ജുൾഫ ഓൺ ദി അസർബൈജാൻ സൈഡ് ഓഫ് ബോർഡർ എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അറസ് റിവറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇത് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരാവുന്നൊരു കറണ്ട് അഫെയർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക മാപ്പ് വെച്ച് തന്നെ എന്ത് ചെയ്യുക ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഇത്തരം മാപ്പുകൾ എപ്പോഴും നിങ്ങൾ കയ്യിൽ എന്ത് ചെയ്യുക കരുതുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ സ്റ്റെപ്പ് ടുവേർഡ്സ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പീസ് ആണ് എന്ത്
നെക്സ്റ്റ് ന്യൂസ് എന്താണ് പറയുന്നത്? റീസെൻ്റ്ലി ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് ഔട്ട്ലൈൻഡ് സെവറൽ ആസ്പിറേഷൻ ഗോൾസ് പ്രിപ്പറേഷൻ ഫോർ ഇന്ത്യസ് ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമി എയിമിങ് ഫ്യൂച്ചർ റെഡി ഫോർ ദ ടൈം റീച്ചസ് സെഞ്ചുറി RBI 100. അല്ലേ, നമുക്കറിയാം 1935 ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നത്? RBI എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത് അല്ലേ. 1935 ഏപ്രിൽ 1 ആര് നിലവിൽ വരുന്നത്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അടുത്ത വർഷം എന്താണ് അതതിൻ്റെ എന്ത് ചെയ്യാണ്? 100ാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോവാണ്. ആ 100ാമത്തെ വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള എന്ത് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക? ഒരു ന്യൂസ് എന്താണ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. എന്താണ്? സ്റ്റെപ്പ് ടുവേർഡ്സ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പീസ് എന്നുള്ളതാണ്. അതായത് എന്ത് ചെയ്യുക? റുപ്പീസിനെ എന്ത് ചെയ്യുക? ഇൻ്റർനാഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്? ഇവിടുത്തെ ഗവൺമെൻറ് എന്താണ് ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതിന് വേണ്ടി RBI എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇൻക്രീസിങ് യൂസ് ഓഫ് ഇന്ത്യൻ റുപ്പി ഇൻ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ്. അതായത് എന്താണ്? ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ എന്ത് ചെയ്യുക? ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുക? ഉപയോഗിക്കുന്നതിന് ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ ഇൻ്റർനാഷണലൈസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അതായത് ഇമ്പോർട്ട് അതുപോലെ തന്നെ എക്സ്പോർട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്താണ് കറണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ നീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വെപ്പണൈസേഷൻ ഓഫ് USD ബൈ UN ഫോർ സാങ്ഷൻസ്. അതുപോലെ തന്നെ എന്താണ് ഇത് USD പോലെ എന്ത് ചെയ്യണം? സാങ്ഷൻസ് ചെയ്യണം. അതുപോലെ തന്നെ വേവ് ഓഫ് ഡീഡോളറൈസേഷൻ, ഒരു ഡീഡോളറൈസേഷനിലേക്ക് എത്തിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡോളറാണല്ലോ, അതിൻ്റെ ഉപയോഗം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അതുപോലെ തന്നെ എന്താണ് ഇൻ്റർനൈസേഷൻ ഓഫ് ചൈനീസ് റോണാമിനി ആൻഡ് മിനിമൽ ഷെയർ ഇൻ ഗ്ലോബൽ ഫോറക്സ് മാർക്കറ്റ് ടേൺ ഓവർ. അതായത് ഏകദേശം ഗ്ലോബൽ ഫോറക്സ് മാർക്കറ്റിൽ എന്ത് ചെയ്യുക? ഒരു ടേൺ ഓവർ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന് RBI എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസി ഇൻ ക്രോസ് ബോർഡർ ട്രേഡ് കീ കോമ്പോണൻസ് ഇൻ ഫോറിൻ ട്രേഡ് പോളിസി 2023, മെക്കാനിസം ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ റുപ്പീസ് ട്രേഡ് സെറ്റിൽമെൻറ്റ് വിത്ത് 18 countries ആൻഡ് ബാങ്ക് ഫ്രം ദീസ് കൺട്രീസ് അലൗഡ് ടു ഓപ്പൺ സ്പെഷ്യൽ വോസ്ട്രോ റുപ്പീസ് അക്കൗണ്ട്സ്. അതുപോലെ തന്നെ സർക്കുലർ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് സെറ്റിൽമെൻറ്റ് ഇൻ ഇന്ത്യൻ റുപ്പീസ് 2022, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് INR ഇനേബിൾഡ്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസി ഓൺ US ഡോളർ, ലെസ്സർ നീഡ് ഫോർ ഹോൾഡിംഗ് ഫോറക്സ് റിസർവ്സ് ആൻഡ് ബെറ്റർ ബാർഗെയിനിങ് പവർ ഓഫ് ഇന്ത്യൻ ബിസിനസ് ആൻഡ് ലെസ് എക്സ്പോഷർ ടു കറൻസി വൊളബിലിറ്റി. ഇനി ഇതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റുപ്പി നോട്ട് ഫുള്ളി കൺവേർട്ടബിൾ, റുപ്പി ഒരിക്കലും എന്തല്ല കൺവേർട്ടബിൾ അല്ല എന്നുള്ള ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ആൻഡ് ലെസ് നീഡ് ഫോർ അതർ കൺട്രീസ് ടു ഹോൾഡ് INR, അതായത് മറ്റ് രാജ്യങ്ങൾക്ക് അധികം ഇന്ത്യൻ റുപ്പി കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ആൻഡ് റുപ്പി മേ ബിക്കം ദ മോർ വൾണറബിൾ ടു എക്സ്റ്റേണൽ ഷോക്സ്. അതുപോലെ തന്നെ ഇന്ത്യ ലെസ്സർ കൺട്രോൾ ഓൺ റുപ്പി സപ്ലൈ. ഇതൊക്കെയാണ്. ഇനി ഇതിന് എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മോർ ലിബറലൈസ്ഡ് സെറ്റിൽമെൻറ്റ്സ് ഇൻ INR, അതുപോലെ തന്നെ എന്താ ഇന്ത്യസ് ടു എക്സ്പാൻഡ് ഇറ്റ് റീച്ച് ഇൻ ദ ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ട്രാൻസിഷൻ ടു ആൻ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി, അതുപോലെ തന്നെ റെഡ്യൂസ് ട്രേഡ് ഡെഫിസിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇത് G20 കോമൺ ഫ്രെയിം വർക്ക് ഫോർ ഡെപ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്? റീസെൻ്റ്ലി എ റിപ്പോർട്ട് റിലീസ്ഡ് ബൈ UN ട്രേഡ് ഡെവലപ്മെൻറ്റ് UNCT titled A World Debt 2024 A Growing Burden to Global Prosperity has revealed an unpredicted and global debt crisis in the world. ഓക്കെ, എന്താണ് G20യുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസ്. എന്താണ് G20 കോമൺ ഫ്രെയിം വർക്ക് ഫോർ ഡെപ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്? ഇതെന്താണ്? ഇറ്റ് ഈസ് എ ഇനീഷ്യേറ്റീവ് എസ്റ്റാബ്ലിഷ് ഇൻ 2020-ലാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്ന ആൻഡ് എൻഡോസ്ഡ് ബൈ G20യുടെ നേതൃത്വത്തോടു കൂടി ഇൻ കൊളാബറേഷൻ വിത്ത് ദി പാരീസ് ക്ലബ് ടു പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു ലോ ഇൻകം കൺട്രീസ് LICs ഫേസിങ് അൺസസ്റ്റൈനബിൾ ഡെപ്റ്റ് ബേർഡൻസ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം. ദിസ് ഫ്രെയിം വർക്ക് എയിംസ് ടു ഓഫർ എ കോർഡിനേറ്റഡ് ആൻഡ് കോംപ്രഹെൻസീവ് അപ്രോച്ച് ടു ടാക്ലിംഗ് ദി serve the debt challenges faced by LICs which have been worsened by the COVID-19 പാൻഡമിക് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? G20 കോമൺ ഫ്രെയിം വർക്ക് ഫോർ
ഡെപ്റ്റ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ചിലപ്പോൾ ചോദിക്കുക ഇവിടെ നിന്ന് നിങ്ങൾ കൂടുതൽ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് G20 മറ്റ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, G20 മറ്റ് ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് G20 ഭാഗമായി പ്രവർത്തിക്കുന്നത്, ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്താണ് സാധാരണഗതിയിൽ എന്താണ് ചോദിക്കാൻ സാധ്യത ഉള്ളവയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് നോക്കാം. അഗ്നിപത് സ്കീം അല്ലേ. നമുക്കറിയാം ഈ ആർമി റിക്രൂട്ട്മെൻറ്റ് പണ്ടത്തെ പോലെ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആർമി റിക്രൂട്ട്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് വ്യത്യാസങ്ങൾ എവിടെ വന്നിട്ടുള്ളതായിട്ട് ആർമി റിക്രൂട്ട്മെൻറ്റിൽ വന്നിട്ടുള്ളതായി കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായി വന്നൊരു സ്കീമാണ് ഏതെന്ന് വിളിക്കുന്നത് അഗ്നിപത് സ്കീം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ദ റൂളിംഗ് പാർട്ടി ഗവൺമെൻറ് അംബിഷ്യൻസ് അഗ്നിപത് സ്കീം അനൗൺസ്ഡ് ഇൻ ജൂൺ 2022. 2022 ജൂണിലാണ് എന്ത് ചെയ്യുന്നത് അഗ്നിപത് സ്കീം വരുന്നത്. ഹാസ് ബീൻ ഫേസിങ് ഓപ്പോസിഷൻ ഫ്രം വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ആർമഡ് ഫോഴ്സസ്. ഓക്കെ, അതിന് എന്ത് ചെയ്തിരുന്നു, ഒരുപാട് ഇഷ്യൂസ് പിന്നീട് എന്താണ് ഈ അഗ്നിപത് സ്കീമുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. എന്താണ് അഗ്നിപത് സ്കീം എന്ന് പറയുന്നത്? ദ ടേം അഗ്നിവീർ ട്രാൻസ്ലേറ്റഡ് ടു ഫയർ വാരിയേഴ്സ്. ഇതിൽ പറയുന്ന അഗ്നിവേഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഫയർ വാരിയേഴ്സ് എന്നുള്ളതാണ്. ഇതെന്താണ് ഒരു പുതിയ മിലിറ്ററി റാങ്ക് ആണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ സ്കീം റിക്രൂട്ടിംഗ് ആർമി പേഴ്സണൽ ബിലോ ഓഫീസർ റാങ്ക് സച്ച് ആസ് സോൾജേഴ്സ്, എയർമാൻ ആൻഡ് സെയിലിയേഴ്സ് ഹൂ ആർ നോട്ട് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ടു ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് എന്നുള്ളതാണ്. ആൻഡ് ദേ ആർ റിക്രൂട്ടഡ് ഫോർ എ പീരീഡ് ഓഫ് 4 years. 4 ഇയേഴ്സിലേക്കാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ വിച്ച് അപ് ടു 25% ഓഫ് ദീസ് റിക്രൂട്ട് കോൾഡ് അഗ്നിവേഴ്സ് എന്നുള്ളതാണ്. ആൻഡ് ക്യാൻ ജോയിൻ സർവീസസ് ഓൺ എ പെർമനൻറ്റ് കമ്മീഷൻ അനദർ 15 years സബ്ജക്റ്റ് ടു മെറിറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് ആണ്. നിലവിൽ പ്രസൻറ്റ് എന്താണ് സെയിലിയേഴ്സ്, എയർമാൻ, സോൾജേഴ്സ് എക്സെപ്റ്റ് ദ ടെക്നിക്കൽ കേഡർ ആൻഡ് മെഡിക്കൽ ബ്രാഞ്ച് ആൻഡ് റിക്രൂട്ടഡ് ടു ദ സർവീസസ് അണ്ടർ ദിസ് സ്കീം എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസാണ് 14ാമത്തെ ന്യൂസാണ്. എന്താണ് കെനിയ. എന്താണ് റീസെൻ്റ്ലി ദ കെനിയൻ ഗവൺമെൻറ് ഹാസ് അനൗൺസ്ഡ് ആൻ ആക്ഷൻ പ്ലാൻ ടു eliminate 1 million Indian house crowds corvus plunders by the end of 2024 എന്നുള്ളതാണ്. ഓക്കെ, കീ പോയിന്റ്സ് അബൌട്ട് കെനിയ. കെനിയ ഈസ് ലൊക്കേറ്റഡ് ഓൺ ഈസ്റ്റ് ആഫ്രിക്ക. ഇറ്റ് ടെറൈൻ rises from the Lot coastal plain on the Indian Ocean mountains and plateaus at the center എന്നുള്ളതാണ്. കെനിയ ഷെയർസ് കോമൺ ബോർഡേഴ്സ് വിത്ത് 5 countries namely. ഓക്കെ, അതായത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് കെനിയ കോമൺ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തൻസാനിയ ഇൻ സൗത്ത്, ഉഗാണ്ട ഇൻ വെസ്റ്റ്, സൗത്ത് സുഡാൻ ഇൻ ദ നോർത്ത് വെസ്റ്റ്, എത്യോപ്യ ഇൻ ദ നോർത്ത് ആൻഡ് സൊമാലിയ ഇൻ ദ ഈസ്റ്റ് ആണ്. ഇനി കെനിയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്, ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ലേക്ക് വിക്ടോറിയയുടെ അണ്ടറിലാണ്. ഇനി ലേക്ക് തുർക്കിനിയ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡിസ്പ്ലേറ്റ് ലേക്ക് ആണ് ഇൻ ദ പാർട്ട് ഓഫ് ഓമോ തുർക്കാന ബേസിൻ വിച്ച് ഹാസ് സ്ട്രക്ചേഴ്സ് ഇൻ ദ 4 countries എത്യോപ്യ, കെനിയ, സൗത്ത് സുഡാൻ ആൻഡ് ഉഗാണ്ട. And UN Habitat maintains the headquarters at the United Nations at Nairobi എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, ഇത്രയും കാര്യങ്ങളുമാണ് ആരുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്, കെനിയയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാനുള്ളത് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ. എന്താണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ന്യൂസിൽ വരാം. നമുക്കറിയാം നിലവിൽ എന്ത് ചെയ്തു, ലോക്സഭ ഇലക്ഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ കറണ്ട് അഫെയർസ് നോക്കുമ്പോൾ അതിൽ നോക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ മന്ത്രിമാരും അവരുടെ എന്താണ് വകുപ്പുകളും എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എന്ത് ചെയ്യണം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം പഠിച്ചു വെച്ചിരിക്കണം. ചിലപ്പോൾ എന്താണ് കറണ്ട് അഫെയറിൽ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ന്യൂസിൽ വരാനുള്ളൊരു കാരണം നോക്കാം. റീസെൻ്റ്ലി ദ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി CWC ഹാസ് unanimously adopted a resolution to select leader of opposition in the 18th Lok Sabha. ഓക്കെ, അതായത് എന്താണ് നിലവിൽ എന്താണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്താണ് അവരുടെ ഓപ്പോസ് ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഏത് പാർട്ടിക്കാണോ 1/10, അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ലോക്സഭയിൽ 543 സീറ്റുകളാണ്. ഇതിൻ്റെ 1/10 എന്ന് വിളിക്കുന്നത് എത്രയാണ്, 55 സീറ്റുകളിൽ താഴെ ഇല്ലാത്ത ഏത് പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത് ഓപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ
55 സീറ്റുകളിൽ കൂടുതൽ പല പാർട്ടികൾക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഏത് പാർട്ടിക്കാണോ ആ പാർട്ടിയുടെ ലീഡറെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഹി വിൽ ബി എ മെമ്പർ ഓഫ് ക്രൂഷ്യൽ കമ്മിറ്റീസ് സച്ച് ആസ് പബ്ലിക് അക്കൗണ്ട്സ്, അതായത് എന്താണ്, ചില കമ്മിറ്റികളിൽ അദ്ദേഹം മെമ്പേഴ്സ് ആയിരിക്കും. ഉദാഹരണമായിട്ട് സച്ച് ആസ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ ആയിരിക്കും. അതുപോലെ തന്നെ പബ്ലിക് അണ്ടർടേക്കിങ്സ്, എസ്റ്റിമേറ്റ്, ആൾസോ എ മെമ്പർ ഓഫ് സെവറൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റീസിൻ്റെ ഒക്കെ മെമ്പർ ആയിരിക്കും. ഹി ഈസ് എൻറ്റൈൽഡ് ടു എ മെമ്പർ ഓഫ് വേരിയസ് സെലക്ഷൻ കമ്മിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ അപ്പോയിൻറ്റിംഗ് ഹെഡ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ലൈക്ക്, അതായത് ചില സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൻ്റെ ഹെഡിനെ സെലക്ട് ചെയ്യുന്ന ചില കമ്മിറ്റീസ്, ഉദാഹരണമായിട്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ദ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ, CBI, NHRC, ലോക്പാൽ, ഇതിലൊക്കെ എന്താണ് ഇദ്ദേഹം മെമ്പറാണ് എന്നുള്ളതാണ്. ആൻഡ് ഹീ പ്രൊവൈഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഓഫ് ദി ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ് എന്നുള്ളതുമാരുടെ പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? And the leader of opposition in both houses were accorded statutory organization under the Salaries and Allowance of Leader of Opposition in Parliament Act 1977. 1977 എന്താണ്, പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ട് പ്രകാരമാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്, ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ എന്താണ് സാലറീസ് എന്താണ് കൊടുക്കുന്നതായിട്ടും എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ സാലറീസ് അല്ലെങ്കിൽ അലവൻസ് ഒക്കെ എന്താണ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ശ്രദ്ധിക്കണം, അത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ആക്റ്റാണ്, അല്ലാണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, ഈ പോസ്റ്റിനെ കുറിച്ച് എന്താണ് മെൻഷൻ ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, ഈ പോസ്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ. അതുമായി ബന്ധപ്പെട്ട ന്യൂസ് വന്നു, അതുകൊണ്ടാണ് ഇതൊരു കറണ്ട് അഫെയറായി വന്നത്. ഇന്ത്യയിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് ചോദിച്ചെങ്കിൽ അതിൽ പ്രധാനമായിട്ടും വരുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഒക്കെയാണ്. ഓക്കെ, ഇനി എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? സെൽഫ് ഗവേൺ പിയർ കൺട്രോൾഡ് ഇൻഫോർമേഷൻ ഗ്രൂപ്പ് വിത്ത് സിമിലർ സോഷ്യോ എക്കോണമിക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ്, അതായത് സിമിലർ സോഷ്യോ എക്കോണമിക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ ഗ്രൂപ്പാണ് സോഷ്യൽ എക്കോണമിക് ഗ്രൂപ്പ്. ഏകദേശം 5 മുതൽ 20 വരെ അംഗങ്ങളാണ് ഇതിലുണ്ടാവുക. രജിസ്ട്രേഷൻ റിക്വയർഡ് അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് SSGs യൂസ് സേവിങ് എമൗണ്ട്സ് ഫോർ ഗിവിങ് ലോൺസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. പിന്നെന്താണ് നബാർഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം ഉണ്ട് ടു കണക്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വിത്ത് ദ ഫോർമൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ് 88% ഓഫ് ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ഹാവ് ഓൾ വുമൺ മെമ്പേഴ്സ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന സക്സസ് സ്റ്റോറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയ്ഡ് വുമൻസ് അസോസിയേഷൻ സേവ 1972 മുതൽ, കുടുംബശ്രീ കേരളത്തിൽ 1998 മുതൽ. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് വിളിക്കുന്നതാണ് പീപ്പിൾ സെൻട്രൽ എൻ്റർപ്രൈസസ് ഓൺഡ് കൺട്രോൾഡ് ആൻഡ് റൺ ബൈ ദയർ മെമ്പേഴ്സ് എന്നുള്ളതാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ റൈസ് ചെയ്തിരിക്കുന്ന ആരാണ്? മെമ്പേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ റെഗുലേറ്റിംഗ് ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട് പ്രകാരമാണ്. ഇനി 19th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2011 പ്രകാരം ഇതിന് ഭരണഘടനാ പദവി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് സി പ്രകാരം നമുക്ക് ഭരണഘടനാ പദവി കൊടുക്കാൻ പറ്റും. അതായത് അതിൽ നിയമമുണ്ട്. അതുപോലെ തന്നെ 43 DPSPയിൽ പറയുന്നുണ്ട് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. അതുപോലെ തന്നെ പാർട്ട് 9B ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ആർട്ടിക്കിൾ 243 ZH മുതൽ ZT വരെയാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. അമൂൽ, IFFCO, PACS ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനിയാണ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് NGO. ഇതെന്താണ്? പെർസ്യൂ ആക്ടിവിറ്റീസ് റിലേറ്റീവ് സഫറിങ് പ്രൊമോട്ടിംഗ് ദ ഇൻട്രസ്റ്റ് ടു പൂർ പ്രൊട്ടക്ട് ദ എൻഡ്യൂ, അതായത് പാവങ്ങളെ സഹായിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ബേസിക് സോഷ്യൽ സർവീസസ് കൊടുക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1816 പ്രകാരമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1992 പ്രകാരം, അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് സെക്ഷൻ 8 പ്രകാരം, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് സി പ്രകാരം, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 43 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമൊക്കെ ഇവർക്ക് എന്തുണ്ട്, ഇങ്ങനെ ഫോം ചെയ്യാൻ അധികാരമുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, FCRA മാൻഡേറ്റ് രജിസ്ട്രേഷൻ ഫോർ ഓൾ NGOs എന്നുള്ളതാണ്. ഇനി പ്രൊമിനൻറ്റ് NGOs ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NGO ഓഫ് പ്രധാൻ എന്താണ് പൈനിയർ അറ്റ് SR റിപ്പോർട്ട് ടു ആസസ് ലേണിംഗ് ലെവൽസ് ഓഫ് ചിൽഡ്രൻ റൂറൽ ഇന്ത്യയാണ്. പിന്നെ വരുന്നതാണ് അക്ഷയ പാത്ര ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത് പ്രൊവൈഡഡ്
ന്യൂട്രീഷ്യസ് മിഡ് ഡേ മീൽസ് ടു സ്കൂൾ ചിൽഡ്രൻ ആണ് എന്നുള്ളതാണ്. ഇവരൊക്കെ എന്താണ് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട NGOs ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് പ്രോട്ടം സ്പീക്കർ എന്നുള്ള ടേം. എന്താണ് ഈ പ്രോട്ടം സ്പീക്കർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം നോക്കാം. ദ അപ്കമിംഗ് സെഷൻസ് ഓഫ് 18th ലോക്സഭ underscores the crucial role of the speaker in the case of coalition government, not only for the smooth functioning of the house but also for the balance of power between the ruling party and its allies as well as the opposition എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് പ്രോട്ടം സ്പീക്കർ എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ലോക്സഭ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ സ്പീക്കറുടെ ഓഫീസ് വെക്കേറ്റ് ആവും, പിന്നീട് പുതിയ ഗവൺമെൻറ് വരും. പക്ഷേ ഇതൊക്കെ നോക്കി നടത്താൻ താൽക്കാലികമായിട്ടൊരു സ്പീക്കർ വേണം അല്ലേ. അതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്, സ്പീക്കർ പ്രോട്ടം എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ദ പ്രസിഡന്റ് ഹിംസെൽഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓത്ത് ആൻഡ് സ്പീക്കർ ടു പ്രോട്ടം. അതുപോലെ തന്നെ എന്താണ്, സ്പീക്കർ പ്രോട്ടത്തിന് ആരാണ് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്, പ്രസിഡന്റ് ആണ്. ആൻഡ് ഷീ ഓർ പ്രിസൈഡ്സ് ഓവർ ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് ദ ന്യൂലി ഇലക്റ്റഡ് ലോക്സഭ ഹാസ് ദ പവർ ഓഫ് ദ സ്പീക്കർ. അതായത് പുതിയ ലോക്സഭ, അതായത് പുതിയ ഗവൺമെൻറ് ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹമായിരിക്കും സ്പീക്കറുടെ എല്ലാ ജോലിയും ചെയ്യുക. കാരണം സ്പീക്കറുടെ എല്ലാ അധികാരങ്ങളും താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇദ്ദേഹത്തിന് ആ സമയത്ത് കൊടുക്കുമെന്നുള്ളതാണ്. ഇനി മെയിൻ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈസ് ടു അഡ്മിനിസ്റ്റർ ഓത്ത് ടു ന്യൂ മെമ്പേഴ്സ് ആൻഡ് ഇനേബിൾ ദി ഹൗസ് ടു ഇലക്ട് ന്യൂ സ്പീക്കർ. അതുപോലെ തന്നെ എന്താണ്, പുതിയ ആളുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക, പുതിയ സ്പീക്കറെ എലക്ട് ചെയ്യുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്. വെൻ ദ ന്യൂ സ്പീക്കർ ഈസ് സിലക്റ്റഡ് ബൈ ഹൗസ് ദ ടേം ഓഫ് ദ സ്പോട്ടം സ്പീക്കർ ഈസ് കോസസ് ടു എക്സിറ്റ് എന്നുള്ളതാണ്. അതായത് എന്താണ്, പുതിയ സ്പീക്കർ എലക്ട് കഴിഞ്ഞാൽ ആരുടെ അധികാരം കഴിഞ്ഞു, സ്പീക്കർ പ്രോട്ടത്തിൻ്റെ അധികാരം കഴിഞ്ഞു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്താണ്, PMAY ഫീച്ചേഴ്സ് ആണ്. എന്താണ്, റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ അപ്രൂവ്ഡ് എയ്ഡ് ആൻഡ് ഫോർ ബിൽഡിംഗ് 3 crore ഹൗസസ് അണ്ടർ PMAY. ദാറ്റ് മീൻസ് പ്രധാൻ മന്ത്രി എന്താണ് ആയുഷ് യോജനയാണ്. വിത്ത് ദ 2 crore അണ്ടർ PMY ഗ്രാമീൺ ആൻഡ് അണ്ടർ ദി PMAY അർബൻ. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് എന്ത് ഭവന നിർമ്മാണ പദ്ധതികളാണ് ഏത് എന്ന് വിളിക്കുന്നത്, PMAY എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോൾ ന്യൂസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് ന്യൂസ് വരാനുള്ള എന്താണ് റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനുള്ള പ്രധാനമായിട്ടും എന്താണ് PMAYയുടെ എന്താണ് ഫീച്ചേഴ്സാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്താണ് ഭവന നിർമ്മാണ പദ്ധതികളിലൊന്നാണ് ഏത് എന്ന് വിളിക്കുന്നത്, PMAY എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്ന, ദാറ്റ് മീൻസ് പ്രധാൻ മന്ത്രി ആവാസ് യോജന. ഇതിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓൾ വെതർ ഹൗസിംഗ് യൂണിറ്റ്സ് വിത്ത് ദി വാട്ടർ, കിച്ചൺ, ഇലക്ട്രിസിറ്റി ആൻഡ് ടോയ്ലറ്റ്. അതുപോലെ തന്നെ എന്താണ് വുമൺ എംപവർമെൻറ്റ്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ അർബൻ പോർ, സെക്യൂരിറ്റി ഓഫ് ടെന്നർ. അതുപോലെ തന്നെ എന്താണ് ആഡ്വക്കേറ്റ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് ഇതിൻ്റെ മീൻസ് ഫീച്ചേഴ്സ് എന്ന് വിളിക്കുന്ന PMAYയുടെ എന്താണ് ഫീച്ചേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ. എന്നതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. റീസെൻ്റ്ലി ദ ജെം ആൻഡ് ജ്വല്ലറി സെക്ടർ ഹാസ് ബീൻ ഗ്യാരണ്ടീഡ് ഓതറൈസ്ഡ് എക്കോണമിക് ഓപ്പറേറ്റർ സ്റ്റാറ്റസ് ബൈ ദി മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ഈസിംഗ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രോസസ്സേഴ്സ് വിത്ത് ദ ഷോർട്ടർ കാർഗോ റിലീസ് ടൈംസ് ആൻഡ് റെഡ്യൂസ്ഡ് ബാങ്ക് ഗ്യാരണ്ടീസ്. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്? ദ വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ഇൻ 1952. 1950 ഇത് നിലവിൽ വരുന്നത്. ഓക്കെ, കസ്റ്റമേഴ്സ് കോഓപ്പറേഷൻ കൗൺസിൽ ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡി. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡിയാണ് എന്നുള്ളതാണ്. എന്താണ് ഹൂസ് മിഷൻ ഈസ് ടു എൻഹാൻസ് ദ എഫക്റ്റീവ്നെസ് എഫിഷ്യൻസി ഓഫ് കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷനാണ് ലക്ഷ്യം. അറ്റ് പ്രസൻറ്റ് റെപ്രസെൻറ്റ് 183 കൺട്രീസ്, ഏകദേശം 183 രാജ്യങ്ങളിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതായി പറ്റും. ഗ്ലോബലി ഏകദേശം 98% വേൾഡ് ട്രേഡും ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യ ബിക്കെയിം ദ വൈസ് ചെയർ, റീജിയണൽ ഹെഡാണ് ഏതിൻ്റെ, ഏഷ്യ പസഫിക് റീജിയൻ ഓഫ് WCOയുടെ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പീരീഡ് ഓഫ് 2 years, 2018 മുതൽ 2020 വരെയായിരുന്നു. ഇറ്റ് ഈസ് ദ ഓൺലി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിത്ത് കോമ്പിറ്റൻസ് ഇൻ കസ്റ്റംസ് മാറ്റേഴ്സ് വിച്ച് ക്യാൻ റൈറ്റ്ലി കോൾ ഇറ്റ് സെൽഫ് ദ വോയിസ് ഓഫ് ദി ഇൻ്റർനാഷണൽ കസ്റ്റംസ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ബെൽജിയം ബ്രസൽസിലാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വണ്ണാണ് ന്യൂസാണ് ഇത് ഫെനി റിവർ. എന്താണ് ദ മൈത്രി സേതു ഓൾസോ നോൺ ആസ് ദ ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഈസ് സെറ്റ് ഓപ്പൺ ടു ബൈ സെപ്റ്റംബർ കണക്റ്റിംഗ് ദ ഇന്ത്യാസ് ലാൻഡ് ലോക്ക്ഡ് നോർത്ത് ഈസ്റ്റ് ടു ബേ ഓഫ് ബംഗാൾ. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കീ ഫാക്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇത് കാണപ്പെടുന്ന സൗത്ത് ത്രിപുര ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്.
and passes through Sabrom town in India and flows into Bangladesh before meeting the Bay of Bengal എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏകദേശം 116 കിലോമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബേ ഓഫ് മീൻസ് 116 കിലോമീറ്ററോളം റണ്ണിയിട്ടാണ് ബേ ഓഫ് ബംഗാളിൽ ഇത് ചെന്ന് പതിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, മുൻഹ്രി റിവർ, റൈഡക് റിവർ, അതുപോലെ തന്നെ എന്താണ് ചന്ദിക റിവർ, റായാങ് റിവർ ആൻഡ് കുഷിയാറ റിവർ ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്താണെന്ന് വിളിക്കുന്നത് ട്രൈബ്യൂട്ടറീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് ഇത് നൈട്രസ് ഓക്സൈഡ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? അക്കോർഡിംഗ് ടു ന്യൂ സ്റ്റഡി ഓഫ് ഗ്ലോബൽ കാർബൺ പ്രൊജക്ട് GCP ടൈറ്റിൽഡ് ഗ്ലോബൽ നൈട്രസ് ഓക്സൈഡ് ബഡ്ജറ്റ് 1980-2020, the emissions of nitrous oxide have been rising continuously between 1980 and 2020 എന്നുള്ളതാണ്. ഇനി എന്താണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ് ഓർ ഹാപ്പി ഗ്യാസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെന്താണ് ഒരു കളർലെസ്, ഓഡർലെസ് ആൻഡ് നോൺ ഫ്ലെയിമബിൾ ഗ്യാസ് ആണ്. വൈൽ നൈട്രസ് ഓക്സൈഡ് ഈസ് നോട്ട് ഫ്ലെയിമബിൾ, ഇറ്റ് സപ്പോർട്ട്സ് combutes the same extent as the oxygen എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് ലീഡ് ടു സ്റ്റേറ്റ് ഓഫ് ഇഫോർബിയ, എക്സ്പ്ലെയിനിങ് ഇറ്റ്സ് നിക്നെയിം ലാഫിംഗ് ഗ്യാസ് എന്നുള്ളതാണ്. ഇത് എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നത്, ലാഫിംഗ് ഗ്യാസ്. ഇറ്റ് ഈസ് സോളബിൾ ഇൻ വാട്ടർ, ഇറ്റ് വേപ്പേഴ്സ് ആർ ഹെവിയർ ദാൻ എയർ എന്നുള്ളതാണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ്, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ് ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽ ടു sedate patients undergoing minor medical procedures, and the gas is also used as propellant in food aerosols, and it is used in the automotive industry to enhance engine പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഗ്രേറ്റർ സ്പോട്ടഡ് ഈഗിൾസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ന്യൂസ് വരാൻ കാരണം? എ റീസെൻറ്റ് റിപ്പോർട്ട് ഓൺ റിവീൽഡ് ദാറ്റ് ദ ongoing war between Russia and Ukraine has forced greater spotted eagles as large raptor species to change their migratory path ആണ്. ഇതാണ് ന്യൂസ്. ഇതിൻ്റെ IUCN സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അതെന്താണ്, വൾണറബിൾ ആണ്. ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി വാനിഷ്ഡ് ഫ്രം ദ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ യൂറോപ്പ് ആണ്, വിത്ത് എ ലിമിറ്റഡ് ബ്രീഡിംഗ് പോപ്പുലേഷൻ ഓഫ് പൊളിഷ്യ ബ്രസീൽസ്. ഇത് ഇന്ത്യാസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 അതർ ഈഗിൾ സ്പീഷീസിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഏതെന്ന് വിളിക്കുന്നത് വോൾഖോ റിവർ. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി 4 മെഡിക്കൽ സ്റ്റുഡൻസ് ഫ്രം മഹാരാഷ്ട്ര സ്റ്റഡിങ് അറ്റ് യൂണിവേഴ്സിറ്റി ഇൻ റഷ്യ ഡ്രൗണ്ട് ഇൻ ദ റിവർ വോൾഖോ നിയർ സെൻറ്റ് പീറ്റർബർഗ് ആണ്. വോൾഖോ റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോർത്ത് വെസ്റ്റേൺ ആണ് റഷ്യയിൽ. ആൻഡ് ഇറ്റ് ഫ്ലോസ് ഫ്രം ലേക്ക് ഇൽമാൻ, പാസസ് ത്രൂ ദ നോവർഗോൺ ആൻഡ് ഗോസ് നോർത്ത് ഈസ്റ്റ് ഇൻ ടു ദ ലേക്ക് ഓഫ് ലഗോഡ, നോർത്ത് ഫ്ലാറ്റ് സാംപി ഏരിയ എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ഇൻ ദ ടൗൺ ഓഫ് വോൾഖോ ദ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ ഇൻ ദ സോവിയറ്റ് യൂണിയൻ വാസ് ബിൽറ്റ് ഇൻ 1926. 1926 ഇന്ത്യയിലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ വരുന്ന ദ വോൾഖോ ഇൻ ഏർലി ടൈംസ് പാർട്ട് ടൈം ഇമ്പോർട്ടൻറ്റ് ബാൾട്ടിസ്റ്റിക് സീ ബ്ലാക്ക് സീ ട്രേഡ് റൂട്ട് ഇറ്റ്സ് ദ നാവിഗേറ്റ് ഓൺലി ബൈ സ്മോൾ ക്രാഫ്റ്റ് എന്നുള്ളതാണ്. As per the data released by the Ministry of External Affairs in 2022, there were nearly 6,500 Indian students in Russia എന്നുള്ള ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തരുന്നു. നെക്സ്റ്റ് വണ്ണാണ് ഇത് എക്സ്പാൻഷൻ ഓഫ് ബ്രിക്സ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ ബ്രിക്സ് ഫോറിൻ മിനിസ്റ്റർ ഹെൽഡ് ദാറ്റ് ഫസ്റ്റ് മീറ്റിംഗ് സിൻസ് ദ ബ്രിക്സ് വാസ് എക്സ്പാൻഡഡ് ടു ആൻഡ് ഈജിപ്ത്, ഇറാൻ, UAE, സൗദി അറേബ്യ ആൻഡ് Ethiopia in 2023 ആണ്. They have joined BRICS with the effect from 1st January 2024 എന്നുള്ളതാണ്. ഇനി എന്താണ് ബ്രിക്സ് എന്ന് പറയുന്നത്? എന്താണ് ഇത്? ഒരു എക്രോണിമാണ്. ഇതിൻ്റെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലീഡിംഗ് എമേർജിംഗ് എക്കോണമീസ് ആണ്. ഫോർ എക്സാമ്പിൾ നെയിമിംഗ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ് ലീഡർ സബ്മിറ്റ് ആനുവലി ആണ് നടക്കുന്നത്. ദ 15th ബ്രിക്സ് സബ്മിറ്റ് വാസ് ഹോസ്റ്റഡ് സൗത്ത് ആഫ്രിക്ക ഇൻ 2023 എന്നുള്ളതാണ്. റഷ്യയാണ് എന്ത് ചെയ്യുന്നത് 16th ബ്രിക്സ് കോൺഫറൻസ് 2024 ഒക്ടോബറിൽ എന്ത് ചെയ്യുന്നത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഇതാണ് ലാസ്റ്റ് ന്യൂസ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ കൊളാബറേറ്റീവ് സ്റ്റഡി ബിറ്റ്വീൻ ദ scientists from the Indian Institute of Technology, Madras, IITM and NASA's Jet Propulsion Laboratory JPL focused on the understanding the behavior of multi-drug resistant pathogens aboard the International Space Station. ഇതാണ് ന്യൂസ് വരാൻ കാരണം.
ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ ISS ഈസ് ദ ലാർജസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് ദാറ്റ് ഓർബിറ്റ് എർത്ത് ലോ ആൾട്ടിറ്റ്യൂഡ് അപ്രോക്സിമേറ്റ്ലി 250 കിലോമീറ്റർ, ഹോസ്റ്റിംഗ് ആസ്ട്രോനോട്ട്സ് ഫ്രം വേരിയസ് കൺട്രീസ് ഹൂ ലീവ് ആൻഡ് വർക്ക് ദർ. ഓക്കെ, ഇതതിൻ്റെ പ്രത്യേകതയാണ്. ഇറ്റ് സെർവ്സ് ആസ് ദ റിസർച്ച് ലബോറട്ടറി വേർ സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സ് ആർ കണ്ടക്റ്റഡ് ഇൻ microgravity condition, advancing our understanding and space and benefiting life on earth എന്നുള്ളതാണ്. The International Space Station is the currently managed by US. ഇത് presently manage ചെയ്യുന്ന ആരൊക്കെയാണ്? US, റഷ്യ, കാനഡ, ജപ്പാൻ ആൻഡ് യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് ആണ്. Since 2000 the station evolved from an outpost into highly capable microgravity laboratory. Since 2000 the ISS has been transformed from the basic outpost into an expansive microgravity research facility accommodating over 260 people from 21 countries with the plans for research until 2030 എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ഒരാഴ്ചത്തെ കറണ്ട് അഫെയറിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.